നമസ്തേ. ഓം നമ ശിവായ. മഹാവതാര ബാബാജിയെ പറ്റി ലോകം അറിയുന്നത് ഒരു യോഗിയുടെ ആത്മകഥ എന്ന പരമഹംസ യോഗാനന്ദൻ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ചതിലൂടെയാണ് എന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ധാരാളം പേര് ആ പുസ്തകം എവിടെ കിട്ടും എന്ന് എന്നോട് ചോദിച്ചിരുന്നു. പുസ്തകം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ പല ബുക്ക് സ്റ്റോളുകളിലും നമുക്കത് കിട്ടും. ഇതാണ് ആ ഒരു പുസ്തകം, പരമഹംസ യോഗാനന്ദൻ എഴുതിയ യോഗിയുടെ ആത്മകഥ. ഈ ഒരു പുസ്തകത്തില് എൻ്റെ കയ്യിലിരിക്കുന്ന പഴയ എഡിഷനാണ്. അതിലെ അധ്യായം 33 ബാബാജി ആധുനിക ഭാരതത്തിന്റെ മഹാവതാരം എന്ന തലക്കെട്ടോടുകൂടി യോഗാനന്ദൻ ബാബാജിയെ സാമാന്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. വടക്കൻ ഹിമാലയത്തിലെ ബദരി നാരായണത്തിനടുത്തുള്ള കീഴ്ക്കാം തൂക്കായ പർവ്വത ശിഖരങ്ങൾ ലാഹിരി മഹാശയന്റെ ഗുരുവായ ബാബാജിയുടെ ജീവത്തായ സാന്നിധ്യം കൊണ്ട് ഇപ്പോഴും അനുഗ്രഹീതമാണ്. അധ്യായത്തിന്റെ ആദ്യ വരികളാണ് ഞാൻ വായിക്കുന്നത്. ജനസംസർഗത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ആ ഗുരുദേവൻ തന്റെ ഭൗതിക ശരീരം നൂറ്റാണ്ടുകളായി, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളായിട്ട് നിലനിർത്തിപ്പോരുന്നു. മരണമില്ലാത്ത ബാബാജി ഒരു അവതാരമാണ്. ഇങ്ങനെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അപ്പൊ ഇതില് വളരെ വ്യക്തമായി യോഗാനന്ദ പരമഹംസ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, ബാബാജി എന്ന ഒരു മഹാഗുരു ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. തന്റെ ഭൗതിക ശരീരം നൂറ്റാണ്ടുകളായിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ യോഗാനന്ദയുടെ വാക്കുകളിൽ പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങളായിട്ട് ഈ ഒരു ഭൗതിക ശരീരത്തെ നിലനിർത്തുന്ന ആളാണ് ബാബാജി. നമ്മളുടെയൊക്കെ ഈ ഒരു ശരീരം ഒരു 80 വയസ്സ് അല്ലെങ്കിൽ ഒരു 100 വയസ്സ് 120 വയസ്സിനുള്ളിൽ നമുക്ക് ഈ ശരീരം നഷ്ടപ്പെടും. കാരണം പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം. നമുക്ക് ഈ ശരീരം ലഭിച്ചത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. അവർക്ക് ഈ ശരീരത്തെ നിർമ്മിക്കാനുള്ള, ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന മൂല കാരണമായിരിക്കുന്ന ബീജാണ്ടങ്ങൾ അച്ഛനിൽ അമ്മയിൽ രൂപപ്പെട്ടത് അവര് കഴിച്ച ആഹാരത്തിൽ നിന്ന്, കുടിച്ച ജലത്തിൽ നിന്ന്, ശ്വസിച്ച വായുവിൽ നിന്നാണ്. അതായത് പഞ്ചഭൂതങ്ങളിൽ നിന്ന്, അഗ്നി, വായു, ആകാശം, പൃഥ്വി, ജലം എന്നീ 5 തത്വങ്ങൾ. അപ്പൊ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. നമ്മൾ ജീവിക്കുന്നതും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും വായു ശ്വസിച്ചുമാണ് നമ്മൾ ജീവിക്കുക. നമ്മൾ മരിക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കുഴിച്ചിടും, ഇല്ലെങ്കിൽ അഗ്നിക്ക് നമ്മളെ ഇരയാക്കും, അല്ലെ? അഗ്നിയിൽ ദഹിപ്പിക്കും. അതോടുകൂടി പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ മടങ്ങും. നമ്മൾ ഒരു പിടി വെളുത്ത ചാരമായി മാറും. ഈ ചാരത്തെ ഒരു വാഴച്ചോട്ടിൽ കുഴിച്ചിട്ടാൽ വാഴപ്പഴമായി നമ്മളുടെ ഈ ശരീരത്തിന് രൂപാന്തരണം സംഭവിക്കുന്ന അറിയാം, അല്ലെ? ഒരു തെങ്ങിന്റെ ചോട്ടിലാണ് നമ്മൾ കുഴിച്ചിടുന്നതെങ്കിൽ ആ ചാരത്തെ തെങ്ങ് വലിച്ചെടുത്ത് തേങ്ങയാക്കി മുകളിലിടും. അപ്പോ നമ്മൾ പറയാറില്ലേ, എനർജിയെ ഒരിക്കലും സൃഷ്ടിക്കാനും സാധിക്കുന്നില്ല, എനർജി ഒരിക്കലും നശിപ്പിക്കാനും സാധിക്കുന്നില്ല. അതൊരു ഫോമിൽ അല്ലെങ്കിൽ മറ്റൊരു ഫോമില് ഈ ലോകത്ത് നിലനിൽക്കുമെന്ന് പറയാം. അപ്പൊ ഇപ്പോ ഒരു കണ്ണും മൂക്കും ചെവിയും നാക്കും ത്വക്കും കൈകാലുകളുമുള്ള ഒരു പ്രത്യേക രൂപത്തിൽ സൂക്ഷ്മ ഊർജ കണങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കൂടിച്ചേർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ഭൗതിക ദേഹം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ പ്രകടീകൃതമായ ഒരു രൂപം എന്ന് പറയും. ഇത് കുറെ കഴിയുമ്പോൾ ലയിക്കും, നമ്മൾ ചാരമായി മാറും. ഈ ചാരമായി നമ്മൾ ഒരു വൃക്ഷത്തിലെ ഒരു ഫലമായി ചിലപ്പോൾ മാറും. നമ്മൾ ജലത്തെ തണുപ്പിച്ചു കഴിഞ്ഞാൽ ഐസാകും. ഐസിനെ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് ആവിയായി മുകളിലേക്ക് പോകും. മഴയായത് വീണ്ടും ജലമായി ഭൂമിയിൽ വരും. അപ്പൊ ജലം പൂർണ്ണമായും നശിക്കുന്നുണ്ടോ? അതിന് രൂപാന്തരണം സംഭവിക്കുകയാണ്. എന്നതുപോലെ ഈ പഞ്ചഭൂതാത്മകമായ ഒരു ശരീരം ഇപ്പോൾ ഈ ഒരു ഫോമിൽ നിലനിൽക്കുന്നു. ഇതിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യം ഇതിൽ നിന്ന് പോകുന്നതോടുകൂടി ഇത് മരിക്കുന്നു, നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതാണ് എനർജി ഒരിക്കലും നിർമ്മിക്കാനോ എനർജിയെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാനോ സാധ്യമല്ല. അതൊരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ, അത് സ്ഥൂലത്തിലോ സൂക്ഷ്മത്തിലോ കാരണത്തിലോ നിലകൊള്ളുന്നു എന്നാണ് യോഗികൾ പറയുക. അപ്പൊ ബാബാജി എന്ന് പറയുന്നത് ഇന്നും തന്റെ ഭൗതിക ശരീരത്തെ നിലനിർത്തുന്ന ഒരാളാണ്. യുഗങ്ങൾ വരും പോകും, പക്ഷെ ബാബാജി തന്റെ ശരീരം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണോ ആ ഒരു കാലഘട്ടം വരെ ഇത് നിലനിർത്തുമെന്നാണ് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ബാബാജി, യോഗാനന്ദൻ തുടരുകയാണ്, ബാബാജിയുടെ ആത്മീയ ഔന്നിത്യം മനുഷ്യന്റെ ധാരണാശക്തിക്ക് അതീതമാണ്. യോഗാനന്ദന്റെ ഗുരു ശ്രീ യുക്തേശ്വരൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, മനുഷ്യന്റെ ഹ്രസ്വ ദൃഷ്ടിക്ക് അദ്ദേഹത്തിന്റെ സർവാതിശായി ആയിരിക്കുന്ന
ആധ്യാത്മിക ജ്യോതിസിൽ എത്തിച്ചേരാൻ കഴിയില്ല. ആ അവതാരത്തിന്റെ മഹാത്മ്യം സങ്കല്പിക്കുക പോലും അസാധ്യമാണ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ കേവലമായ ഒരു ജിജ്ഞാസ കൊണ്ടോ, ആദ്യ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ബാബാജിയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടോ ബാബാജിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിനെന്ത് വേണം? നമ്മുടെ ഷഠാധാര ചക്രങ്ങൾ എനർജൈസ് ചെയ്യപ്പെട്ട് നമ്മുടെ ആത്മീയ നേത്രം, 6ാം ഇന്ദ്രിയം, 6th സെൻസ്, ആജ്ഞാചക്രം ആക്റ്റീവ് ആകുമ്പോൾ മാത്രമേ ബാബാജിയെ പോലെയുള്ള മഹാഗുരുക്കന്മാരെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീ യുക്തേശ്വർജിയും പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനും പതഞ്ജലി മഹർഷി പ്രാചീന ഭാരതത്തിലെ അവതാരങ്ങളിൽ പെടുന്നു. ദക്ഷിണ ഭാരത അവതാരം അഗസ്ത്യമുനിയെ അധികരിച്ച് തമിഴിൽ ഗണ്യമായൊരു കാവ്യാത്മക സാഹിത്യം വളർന്നിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പും പിൻപുമായി ശതാബ്ദങ്ങളിൽ അനവധി ദിവ്യാത്ഭുതങ്ങൾ കാട്ടിയിട്ടുള്ള അദ്ദേഹം ഇന്നും തന്റെ ഭൗതിക ശരീരം നിലനിർത്തുന്നു. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും ബാബാജി ഉണ്ടായിരുന്നു, യേശുക്രിസ്തു പോയതിനു ശേഷവും ബാബാജി ഉണ്ട്. അതായത് ബാബാജി ഇന്നും എന്നും എന്നും ബാബാജി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ക്രിയാകുണ്ഠലിനി പരിശീലിക്കുന്ന ആ യോഗികളെ, സാധകന്മാരെ, അവരുടെ ആ ഒരു മാർഗത്തിൽ ഗൈഡ് ചെയ്യാനായിട്ടാണ് മഹാവതാർ ബാബാജി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിയാകുണ്ഠലിനി അല്ലെങ്കിൽ ശിവകുണ്ഠലിനി നമ്മൾ ചെയ്യുന്നു എന്ന് കരുതി നാളെ ബാബാജി വരണമെന്നില്ല. നമ്മൾ ക്രിയാകുണ്ഠലിനി പ്രാക്ടീസ് ചെയ്ത് ഷഠാധാര ചക്രങ്ങൾ എനർജൈസ് ചെയ്യപ്പെട്ട് ശരിയായ ആത്മീയ ആനന്ദം അല്ലെങ്കിൽ 6ാം ഇന്ദ്രിയത്തിന്റെ ഉണർച്ച അത് വരുമ്പോഴാണ് ബാബാജിയെ നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ബാബാജി നമ്മളെ ഗൈഡ് ചെയ്യുന്നതെന്നാണ് ശ്രീ യുക്തേശ്വർജി തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിൽ ബാബാജിയുടെ അവതാര ലക്ഷ്യം പ്രവാചകന്മാരെ തങ്ങളുടെ പ്രത്യേക ദൗത്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇന്ന് ക്രിയാകുണ്ഡലിന് തുടങ്ങിയ സാധകനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളിത് പറയാറില്ലേ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഗൈഡ് ചെയ്യാനായിട്ട് ആ ലെവലിലുള്ള ടീച്ചേഴ്സാണ് വരിക. ഇതേ വിദ്യാർത്ഥി പഠിച്ച് ഉയർന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജ് തലത്തിൽ ചെല്ലുമ്പോൾ കോളേജ് പ്രൊഫസേഴ്സ് വരും. എന്നതുപോലെ ഇന്ന് ക്രിയാകുണ്ഡലിന് തുടങ്ങിയ ആൾ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അവിടെ പഠിപ്പിക്കാനായിട്ട് ആ ലെവലിലെ ടീച്ചേഴ്സ് ഉണ്ടാകും. നമ്മൾ അങ്ങനെ ക്രിയാകുണ്ഡലിനി പരിശീലിച്ച് ചക്രങ്ങൾ ജാഗരണമായി നമ്മൾ ഉയർന്നു പോകുമ്പോൾ ആ ഒരു കോളേജ് ലെവലിലേക്ക് അല്ലെങ്കിൽ 6ാം ഇന്ദ്രിയത്തിന്റെ ഉണർച്ച നമുക്കുണ്ടാകുന്ന സമയത്ത് ബാബാജി നമ്മുടെ മുമ്പിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബാബാജി പറങ്കിപ്പേട്ടയിൽ, തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ടയിൽ ജനിച്ചുവെന്നും പിന്നീട് അദ്ദേഹം വീട് വിട്ടു പോയുവെന്നും അങ്ങനെ ഭോഗനാഥ മഹർഷിയെ കണ്ടുമുട്ടിയെന്നും പിന്നീട് അദ്ദേഹത്തോടൊപ്പം പഴനി മലയിൽ കഴിഞ്ഞു എന്നൊക്കെയുള്ള പല വിശ്വാസങ്ങളുണ്ട്. ഇപ്പം രാമയ്യ എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ പരമഹംസ യോഗാനന്ദൻ കുറിക്കുന്നത് ബാബാജിയുടെ കുടുംബം, ജന്മസ്ഥലം തുടങ്ങിയ ഇതിഹാസകാരന്മാർക്ക് പ്രിയങ്കരമായ പരിമിതപ്പെടുത്തുന്ന വസ്തുതകൾ ഒന്നും തന്നെ ഒരിക്കലും വെളിവായിട്ടില്ല എന്നുള്ളതാണ് യോഗാനന്ദ പറയുന്നത്. അതായത് അദ്ദേഹം എവിടെ ജനിച്ചുവെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ പ്രത്യേകിച്ചുള്ള പരാമർശങ്ങളില്ല എന്ന് യോഗാനന്ദൻ പറയുന്നു. സാധാരണഗതിയിൽ അദ്ദേഹം ഹിന്ദി സംസാരിക്കുന്നു, പക്ഷെ ഏത് ഭാഷയും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും. ലാഹിരി മഹാശയ അദ്ദേഹം കണ്ടുമുട്ടുന്ന സമയത്ത് ലാഹിരി മഹാശയനോട് ഇംഗ്ലീഷിലാണ് ബാബാജി സംസാരിക്കുന്നത് ആദ്യം. യോഗാനന്ദ പറയുന്നു, ബാബാജിയെ വിളിക്കുന്ന പേര് മഹാമുനി ബാബാജി, മഹാരാജ്, മഹായോഗി, ത്രംബക ബാബ, ശിവബാബ എന്നിങ്ങനെയുള്ള പല പേരുകളില് ബാബാജിയെ വിളിക്കാറുണ്ട്. എപ്പോഴെങ്കിലും ബാബാജിയുടെ നാമം ഭക്തിയോടെ ആരെങ്കിലും ഉച്ചരിച്ചാൽ അപ്പോൾ തന്നെ ആ ഭക്തൻ ഒരു ആത്മീയ അനുഗ്രഹത്തിന്, ബാബാജിയുടെ ഒരു ആത്മീയ അനുഗ്രഹത്തിന് പാത്രമാകുന്നുവെന്ന് ലാഹിരി മഹാശയയും പറയുന്നുണ്ട്. അമരനായ ആ ഗുരു അദ്ദേഹത്തിന്റെ ശരീരത്തില് പ്രായത്തിന്റെ ഒരു സൂചനയും കാട്ടുന്നില്ല. ഏതാണ്ട് 25 വയസ്സിലധികമല്ലാത്ത ഒരു യുവാവിനെ പോലെ അദ്ദേഹം കാണുന്നു. വെളുത്ത നിറവും ഇടത്തരം ശരീരവും പൊക്കവുമുള്ള ബാബാജിയുടെ സുന്ദരവും ബലിഷ്ഠവുമായ ശരീരം ശ്രദ്ധേയമായ ഒരു ദീപ്തി പൊഴിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കറുത്തതും ശാന്തവും ദയാർദ്രവുമാണ്. നീണ്ടു തിളങ്ങുന്ന തലമുടി ചെമ്പിച്ചതാണ്. ബാബാജിയുടെ ആ ഒരു രൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യ വീഡിയോയിൽ പരാമർശിച്ചതുപോലെ യോഗാനന്ദ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അതുല്യനായ ആചാര്യൻ തന്റെ സംഘത്തോടൊപ്പം പർവ്വത പ്രദേശങ്ങളിൽ ഓരോ സ്ഥലത്ത് സഞ്ചരിക്കുന്നു. യോഗാനന്ദയുടെ
സംസ്കൃത അധ്യാപകനായിരിക്കുന്ന കേവലാനന്ദ്ജി ബാബാജിയെ പറ്റി യോഗാനന്ദയോട് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറിയ സംഘത്തിൽ വളരെയധികം ആത്മീയ ഉന്നതി നേടിയ അമേരിക്കക്കാരായിരിക്കുന്ന 2 ശിഷ്യന്മാരും ഉണ്ടെന്നാണ്. ബാബാജി ഒരിടത്ത് കുറെ സമയം തങ്ങിക്കഴിഞ്ഞാൽ ധേരാദണ്ഡ ഉഠാവോ, നമുക്ക് തമ്പും കോലും പൊക്കാം, അതായത് നമുക്ക് എഴുന്നേറ്റ് അടുത്ത സ്ഥലത്തേക്ക് സന്ദർശിക്കാമെന്ന് പറയുന്നു. അല്ലെ, അദ്ദേഹം ഈ ദണ്ഡി സ്വാമികൾ കയ്യിൽ ഒരു ദണ്ട് കരുതുന്നത് പോലെ അദ്ദേഹം ഒരു ദണ്ട് മുളവടി കയ്യിൽ വെക്കുന്നു. അദ്ദേഹം ചിലപ്പോ സ്ഥൂലമാർഗത്തിൽ നടന്ന് പർവ്വതങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് പോകാറുണ്ട് ശിഷ്യഗണവുമായിട്ട്, അല്ലെങ്കിൽ സൂക്ഷ്മ മാർഗത്തിൽ അപ്രത്യക്ഷനായി വായുവിൽ അലിഞ്ഞ് അപ്രത്യക്ഷനായിട്ട് തന്റെ സംഘത്തോടൊപ്പം സഞ്ചരിക്കുന്നുവെന്നും പറയുന്നു. ഈ ബാബാജി സ്വമേധയാ ആഗ്രഹിച്ചാലും മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. വിവിധ ശിഷ്യന്മാർക്ക് വ്യത്യസ്തമായ ചില രൂപങ്ങളിലുമൊക്കെ ബാബാജി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് യോഗാനന്ദയുടെ പറയുന്നു. ചിലപ്പോൾ താടിയും മീശയുമായും ചിലപ്പോൾ അവയില്ലാതെയും ഒക്കെ ഒരു പ്രത്യേക രൂപത്തിലൊക്കെ ബാബാജി പ്രത്യക്ഷപ്പെടാറുണ്ട്. ബാബാജിയെ പറ്റി പരമഹംസ യോഗാനന്ദൻ വളരെ വിശദമായി തന്നെ ബാബാജി ആധുനിക ഭാരതത്തിന്റെ മഹാവതാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ടാണെങ്കിലും മറ്റു ചില രഹസ്യങ്ങളൊന്നും ബാബാജിയെ പറ്റി അദ്ദേഹം അതിൽ പരാമർശിച്ചിട്ടില്ല. ഒരവതാരം സർവവ്യാപിയായ പരമാത്മാവിൽ നിവസിക്കുന്നു. അദ്ദേഹത്തിന് ദൂരമൊന്നുമില്ല. അതിനാൽ നൂറ്റാണ്ടുകളിലൂടെ തന്റെ ഭൗതിക ശരീരം വച്ചു പുലർത്തുന്നതിന് ബാബാജിയെ ഒരു കാരണം മാത്രമേ പ്രേരിപ്പിക്കുന്നുള്ളൂ. അതായത് മനുഷ്യരാശിക്ക് അതിന്റെ സാധ്യതകളെക്കുറിച്ച്, അതിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് സുവ്യക്തമായൊരു ഉദാഹരണം നൽകുക. അതായത് തന്റെ ശരീരം നിലനിർത്തുന്നത് പോലും ക്രിയാകുണ്ഡലിൽ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മരണത്തെ പോലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ശരീരം നശിക്കില്ല. ഈ ശരീരത്തെ പോലും നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എത്ര നാളുകൾ വേണമെങ്കിലും ഇതിനെ നിലനിർത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണ് ബാബാജി. മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യ ജന്മത്തിന്റെ അനന്ത സാധ്യതകളെ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു ബാബാജി സ്വശരീരത്തെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ. ബാബാജിക്ക് ഭൂത, ഭാവി, വർത്തമാന കാലങ്ങളുടെ ആപേക്ഷികതയൊന്നുമില്ല. തുടക്കം മുതലേ തന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അദ്ദേഹം അറിയുന്നു. മനുഷ്യരുടെ പരിമിതമായ അറിവിനുള്ളിൽ സ്വയം ഒതുങ്ങി നിന്ന് ഒന്നോ അധികമോ സാക്ഷികളുടെ മുന്നിൽ വെച്ച് തന്റെ ദിവ്യ ജീവിതത്തിലെ പല പ്രവർത്തികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ലാഹിരി മഹാശയന്റെ മറ്റൊരു ശിഷ്യനായിരിക്കുന്ന രാം ഗോപാല മജുംദാർ, അദ്ദേഹം ഉറങ്ങാത്ത ദിവ്യൻ എന്ന പേരില് പരമഹംസ യോഗാനന്ദ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയില് രാം ഗോപാല മജുംദാറെ പറ്റിയിട്ടുള്ള ഒരു അധ്യായവും എഴുതിയിട്ടുണ്ട്. ഈ രാം ഗോപാല മജുംദാർ ബാബാജിയെ പറ്റിയിട്ടുള്ള കൂടിക്കാഴ്ചയെ പറ്റി യോഗാനന്ദയോട് പറഞ്ഞത് അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, രാം ഗോപാല മജുംദാർ ലാഹിരി മഹാശയന്റെ അടുത്ത് ഇടയ്ക്ക് പോയി ഇരിക്കും. അങ്ങനെ ഒരിക്കൽ ഇരുന്ന സമയത്ത് ലാഹിരി മഹാശയൻ രാം ഗോപാല മജുംദാറോട് പറഞ്ഞു, നീ വേഗം ദശാശ്വമേധ സ്നാനഘട്ടത്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ രാം ഗോപാല മജുംദാർ ആ സ്നാനഘട്ടത്തിലെത്തി. അപ്പൊ അത് നല്ല ഒരു പൂർണ്ണചന്ദ്രനുള്ള ഒരു ദിവസമാണ്, നിലാവുള്ള ഒരു ദിവസമാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പൊ നിലാവും തിളങ്ങുന്ന നക്ഷത്രങ്ങളും കൊണ്ട് രാത്രി പ്രകാശം, അതീവ പ്രകാശം തുളുമ്പുന്നതായിരുന്നു. അല്പസമയം ക്ഷമയോടെ ഞാൻ ഇരുന്നപ്പോൾ രാം ഗോപാല മജുംദാർ പറയുകയാണ്, എന്റെ കാലിനരികിലുള്ള ഒരു വലിയ ശിലാതലത്തിൽ എന്റെ ശ്രദ്ധ പതിഞ്ഞു. ഒരു ഭൂഗർഭ ഗുഹ വെളിവാക്കിക്കൊണ്ട് ആ പാറക്കല്ല് അല്പം നിരങ്ങി മുകളിലേക്ക് ഉയർന്നു. ഏതോ അജ്ഞാത രീതിയിൽ ഉയർത്തിപ്പിടിച്ച നിലയിൽ അത് നിശ്ചലമായി. ആ സമയത്ത് സുവസ്ത്ര ആവൃതയും അതിസുന്ദരിയുമായ ഒരു യുവതി ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് വലിയൊരു പ്രകാശം പൊതിഞ്ഞുകൊണ്ട് മുകളിലേക്ക് അവർ ഉയർന്നു വന്നു. ഒരു ലോലമായ പ്രകാശ പരിവേഷത്തിൽ പൊതിഞ്ഞ അവർ എന്റെ മുന്നിലേക്ക് സാവധാനം ഇറങ്ങി വന്ന് ബ്രഹ്മാനന്ദ നിർവൃതിയിൽ മുഴുകി നിശ്ചലയായി നിന്നു. ഒടുവിൽ അവര് അനങ്ങി, എന്നിട്ട് മധുരമായി പറഞ്ഞു, ഞാൻ മാതാജിയാണ്, ബാബാജിയുടെ സഹോദരി. അപ്പൊ ബാബാജിക്ക് ഒരു സഹോദരി കൂടിയുണ്ട്, അവരെ വിളിക്കുന്നത് മാതാജി എന്നുള്ളതാണ്. എന്നിട്ട് മാതാജി രാം ഗോപാല മജുംദാറോട് പറഞ്ഞു, ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അത് ഞാൻ ലാഹിരി മഹാശയനോടും ബാബാജിയോടും പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ചെയ്യാൻ. അപ്പൊ അവര് ഇങ്ങോട്ടെത്തും. അപ്പൊ അതിന് നീ കൂടി ഒരു സാക്ഷിയാണ്.
അങ്ങനെ ഇവര് സംസാരിച്ചു നിന്ന സമയത്ത് അവ്യക്തമായ ഒരു പ്രഭാപൂരം ഗംഗയുടെ മേലെ പൊന്തി. അത് അതിവേഗത്തിൽ ഒഴുകി വന്നു, കൂടുതൽ സുവ്യക്തമായി. അസാധാരണമായ പ്രകാശ ജ്വാല സാവധാനം അടുത്തടുത്തടുത്തടുത്ത് വന്ന് ഒരു പെട്ടെന്നൊരു മിന്നൽ, ഒരു കൊള്ളിയാൻ മിന്നിയതുപോലെ മിന്നിയിട്ട് ഇവരുടെ രാംഗോപാല മജുംദാറിന്റെയും മാതാജിയുടെയും അടുത്ത് വന്ന് ആ പ്രകാശധാരയ്ക്ക് ഒരു രൂപമുണ്ടായി. അത് ലാഹിരി മഹാശയനായിരുന്നു. ലാഹിരി മഹാശയൻ സാവധാനം മാതാജിയുടെ പാദങ്ങളിൽ വണങ്ങി. ആ സമയത്ത് തന്നെ മറ്റൊരു വലിയൊരു പ്രകാശം വീണ്ടും ആകാശത്തിൽ കണ്ടു. അത് സാവധാനം ഇവരുടെ അടുത്ത് വന്ന് ആ പ്രകാശം നിന്നു. അത് സാവധാനം ബാബാജിയുടെ രൂപം കൈവരിച്ചു. അപ്പൊ ലാഹിരി മഹാശയും മാതാജിയും ഞാനും, അതായത് രാംഗോപാല മജുംദാറും മഹാഗുരു ബാബാജിയുടെ കാൽക്കല് വണങ്ങി. അപ്പൊ ഇവിടെ രാംഗോപാല മജുംദാർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ദിവ്യ ശരീരത്തിൽ, ബാബാജിയുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ സ്വർഗീയമായ ആനന്ദത്തിന്റെ അഭൗമമായ അനുഭൂതി എന്റെ ഓരോ കോശങ്ങളിലും ഓരോ തന്തുവിലും പുളകം കൊള്ളിച്ചു എന്നാണ് പറയുന്നത്. ദിവ്യദേഹിയാണല്ലോ ബാബാജി. ബാബാജി പറയുകയാണ്, അനുഗ്രഹീതയായ സഹോദരി, ഞാൻ എൻ്റെ ശരീരം വെടിഞ്ഞ് അനന്തമായ പ്രവാഹത്തിൽ ലയിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ മാതാജി പറഞ്ഞു, അങ്ങയുടെ ഉദ്ദേശം ഞാൻ അറിഞ്ഞു പ്രിയ ഗുരുനാഥ. അപ്പൊ ബാബാജി മാതാജിയുടെ ഗുരു കൂടിയാണ്. അപ്പൊ പറയുകയാണ്, പ്രിയ ഗുരുനാഥ, അക്കാര്യം ഇന്ന് രാത്രി അങ്ങയോട് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങ് എന്തിനാണ് ഈ ശരീരം വെടിയുന്നത്? അപ്പൊ ബാബാജി പറയുകയാണ്, എൻ്റെ പരമാത്മാ സമുദ്രത്തിൽ ദൃശ്യമോ അദൃശ്യമോ ആയ അലമാല ഞാൻ ധരിക്കുന്നതിൽ എന്താണ് വ്യത്യാസം? അപ്പൊ മാതാജി പറഞ്ഞു, അമരനായ ഗുരു, അതിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ ദയവായി അങ്ങയുടെ രൂപം ഉപേക്ഷിക്കാതിരിക്കുക. ബാബാജി പറഞ്ഞു, ഞാൻ ദൃശ്യനായിരുന്നാലും അദൃശ്യനായിരുന്നാലും ഒരു വ്യത്യാസമില്ല. ഞാൻ ഈ ലോകത്ത് അല്ലെങ്കിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ലോകങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ മാതാജി പറയുകയാണ്, അങ്ങനെ വ്യത്യാസമില്ലെങ്കിൽ അങ്ങ് എന്തിനാണ് ഈ ഭൗതിക ശരീരം വെടിയുന്നത്? അത് അങ്ങനെ തന്നെ നിലനിർത്തും. അപ്പൊ ബാബാജി പറയാണ്, അങ്ങനെയാകട്ടെ. എന്റെ സ്ഥൂല ശരീരം ഞാൻ ഒരിക്കലും വെടിയുകയില്ല. അതെല്ലായ്പ്പോഴും ഭൂമിയിലെ കുറച്ചു പേർക്കെങ്കിലും കാണത്തക്ക വിധം അത് നിലനിൽക്കും. അല്ലെ? ജഗദീശ്വരൻ തന്റെ ഇംഗിതമാണ് ഭവതിയുടെ വാക്കുകളിലൂടെ വെളിവാക്കിയത്. അതായത് അതാണ് പറഞ്ഞത്, ബാബാജി ഇന്നും തന്റെ ശരീരം നിലനിർത്തുന്നു. ഒരിക്കൽ അദ്ദേഹം പരമാത്മാ സമുദ്രത്തിലേക്ക് തന്റെ ശരീരം ലയിപ്പിക്കാൻ പോയതാണ്. അപ്പൊ മാതാജിയുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇന്നും ബാബാജി തന്റെ ആ ഒരു ശരീരം നിലനിർത്തുന്നത്. പിന്നീട് ബാബാജി രാംഗോപാല മജുംദാറിലേക്ക് തിരിയുന്നുണ്ട്. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട രാംഗോപാല, ഈ അനശ്വര വാഗ്ദാനത്തിൽ ഈ രംഗത്തിന് നീയും ഒരു സാക്ഷിയാണ്. അതിൽ നീ അനുഗ്രഹീതനാണ്. ബാബാജിയുടെ ശബ്ദത്തിൽ മാധുരി ക്രമേണ അലിഞ്ഞു അമർന്നു. അദ്ദേഹത്തിന്റെയും ലാഹിരി മഹാശയന്റെയും രൂപങ്ങൾ സാവധാനം വായുവിൽ ഉയർന്ന് ഗംഗയുടെ മുകളിലൂടെ പിന്നോട്ട് നീങ്ങി. രാത്രിയുടെ ആകാശത്തിൽ അവർ അപ്രത്യക്ഷരാകുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന്റെ ഒരു പരിവേഷം അവരുടെ ശരീരത്തെ പൊതിഞ്ഞു. മാതാജിയുടെ രൂപം വായുവിൽ ഒഴുകി ഗുഹയുടെ മുകളിൽ എത്തിയിട്ട് താഴ്ന്നു. ആ നേരത്തെ മാറിയ ആ ശിലാതലം, ആ ഒരു കല്ല് ഏതോ അദൃശ്യ കരങ്ങളാൽ എടുത്ത് കൊണ്ടുവന്ന് ആ ഗുഹാമുഖം അടച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഹലൂസിനേഷൻ ആണോ, ഇല്യൂഷൻ ആണോ, കെട്ടുകഥയാണോ എന്നൊക്കെ ഉള്ള തോന്നലുണ്ടാകും. സാമാന്യ യുക്തിയിൽ നമുക്കിത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ആധ്യാത്മിക സാധനകൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലുള്ളവർക്ക് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അദ്ദേഹം ഈ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്വാനുഭവത്തിൽ നിന്ന് അറിഞ്ഞതാണെന്നും ഇത്തരത്തിൽ ഗുരുക്കന്മാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത സത്യമായ വാക്കുകളാണെന്നും നമുക്ക് മനസ്സിലാവും. ഇപ്പോ പഞ്ചസാര കഴിക്കാത്ത ഒരാളോട് പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കണമെന്നില്ല. അയാള് വെള്ള മണലാണെന്ന് പറയും. കാരണം ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുവരെ പഞ്ചസാര കഴിക്കാത്ത ഒരാളായിരിക്കും. അയാൾ എങ്ങനെ വിശ്വസിക്കണം? പഞ്ചസാര നാവിൽ വെച്ച് രുചിച്ചാലേ അയാൾക്കത് വിശ്വസിക്കാൻ പറ്റൂ. അപ്പോൾ യോഗയോ തന്ത്രയോ ആധ്യാത്മിക സാധനങ്ങളോ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ഗുരുപരമ്പരകളിൽ യോഗാതന്ത്ര സിസ്റ്റത്തിൽ വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പഴഞ്ചനാണ്, കെട്ടുകഥയാണെന്ന് പറയും. അയാൾ പഞ്ചസാര കഴിച്ചിട്ടില്ല. മറിച്ച് ആധ്യാത്മിക സാധനകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് റിയലായിട്ടുള്ള അനുഭവങ്ങളുടെ സാക്ഷ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോ പ്രാക്ടീസ് ചെയ്താൽ, അതായത് കുണ്ഡലിനി ക്രിയ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ വൈബ്രേഷൻ, സെൻസേഷൻ, ചക്രങ്ങളുടെ സ്പന്ദനം ഉണ്ടാകുമെന്ന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്ന ഈ പറയുന്ന ക്രിയായോഗത്തിന്റെ മറ്റൊരു ഫോമായിരിക്കുന്ന ശിവകുണ്ഡലിനി, അതിലെ വജ്രശക്തികല പോലെയുള്ള മെത്തേഡുകൾ ചെയ്യുന്ന ആയിരക്കണക്കിന്
നമ്മളുടെ യോഗ സാധകന്മാർക്ക് ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളുണ്ട്. അവർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പ്രാണന്റെ സർക്കുലേഷൻ, ആ പ്രാണൻ ചക്രങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ, സെൻസേഷൻ, ആനന്ദം, ബ്ലിസ്, ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്. പഞ്ചസാര കഴിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം പഞ്ചസാര വെറും വെളുത്ത മണലാണ്. പക്ഷെ അത് രുചികരമായൊരു വസ്തുവാണെന്ന് അറിയണമെങ്കിൽ പഞ്ചസാര നാവിൽ വെച്ച് രുചിക്കണം. അപ്പൊ ബാബാജി ഉണ്ടോ, ക്രിയാകുണ്ഠലിന് ചെയ്താൽ ചക്രങ്ങൾ ഉണരുമോ, ചക്രസ്പന്ദനം ഉണ്ടാകുമോ, ആറാം ഇന്ദ്രിയം ആക്റ്റീവ് ആകുമോ, തേർഡ് ഐ ഓപ്പൺ ആകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് വെർബലി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അത് പ്രാക്ടീസ് ചെയ്യുക, ശരിയായ ഒരു ഗുരുപരമ്പരകൾക്ക് കീഴിൽ നന്നായിട്ട് നമ്മൾ പഠിക്കുക, നിത്യജീവിതത്തിൽ അത് അനുഷ്ഠിക്കുക, സ്വ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. നമസ്തേ.